മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന ബി.ജെ.പി. കോട്ടയത്ത് ഇന്നലെ ചേർന്നത് പാർട്ടിയിലെ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ യോഗം. സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ക്രൈസ്തവ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ സമുദായത്തിനും ഓരോ യോഗമാണെന്നും അതിൽ ഗൂഢാലോചനയില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഈ വികസിത കേരളം, വികസനം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു എഫേർട്ട് എല്ലാ വീട്ടിൽ, ഞാൻ അത് മാർച്ച് 26-ാം തീയതി പറഞ്ഞ കാര്യമാണ്, എല്ലാ വീട്ടിൽ കയറി ഈ വികസന സന്ദേശം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ എത്തിപ്പിക്കും. അതിന് വേറെ വേറെ സമുദായത്തിന് വേറെ വേറെ ടീമായിട്ട് ഞങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് വലിയൊരു കോൺസ്പിറസിയോ പഠന ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ജ്ഞാനായ കത്തോലിക്ക സഭ അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അലക്സ്, ഇങ്ങനെ ഒരു സാമുദായിക അടിസ്ഥാനത്തിൽ തിരിച്ചുള്ള ഒരു യോഗം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഈ സോഷ്യൽ ഔട്ട്റീച്ച് എന്ന പേരിൽ പല പരിപാടികളും കഴിഞ്ഞ കാലങ്ങളിൽ ബി.ജെ.പി. നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സമുദായം വേരുതിരിച്ച് വേണോ വികസിത കേരളം എന്നതാണ് ചോദ്യം. ഗോകുലം, മതാടിസ്ഥാനത്തിൽ സാമുദായിക അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗം പാർട്ടി സംഘടിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുകയും അത് സ്ഥിരീകരിക്കുകയുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സാധാരണഗതിയിൽ ഇത്തരം യോഗങ്ങൾ പാർട്ടി സംഘടിപ്പിക്കുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലോ മൈനോറിറ്റി മോർച്ചയുടെ പേരിലോ ഒക്കെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ മാത്രം യോഗമാണ് ഇന്നലെ കോട്ടയത്ത് ബി.ജെ.പി. വിളിച്ചു ചേർത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പാർട്ടി വലിയ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതിനാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തിയാൽ മാത്രമേ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. 25% വോട്ട് ഷെയറാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതിന് മുന്നോടിയായി കൂടിയാണ് ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിലെ യോഗം പാർട്ടി വിളിച്ചു ചേർത്തത്. ബി.ജെ.പിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. 30 സംഘടനാ ജില്ലകളിൽ നിന്നായി 5 ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിന് 30, അതായത് ജില്ലാ കമ്മിറ്റികളിൽ 30 പേർ എന്ന നിലയ്ക്ക് അത് ജില്ലാ കമ്മിറ്റികൾ വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, താഴെത്തട്ടിലേക്ക് വരെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താഴെത്തട്ടിലേക്ക് എന്ന് പറയുമ്പോൾ മണ്ഡലാടിസ്ഥാനത്തിൽ, ഏരിയ അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് തലത്തിലൊക്കെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതുമാത്രമല്ല, വിവിധ ക്രൈസ്തവ സഭകൾക്ക് പ്രത്യേകം നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി പ്രത്യേക നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിൽ ബി.ജെ.പി. മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് വേണ്ടി ചിലവഴിക്കുന്നതിന് 1 കോടി രൂപ പാർട്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ചുമതല ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ സംസ്ഥാന കൺവീനറായ ഷോൺ ജോർജിനാണ്. ഈ തുക എത്രയാണ് എന്നുള്ള കാര്യം ഈ നേതാക്കൾക്ക് എഴുതിയെടുക്കാം, ഷോൺ ജോർജിൽ നിന്ന് എഴുതിയെടുക്കാം. സംസ്ഥാന ജോയിന്റ് ട്രഷററെ ഇതിൽ കൂടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അത് കഴിഞ്ഞ ദിവസം ഈ കോട്ടയത്ത് ചേർന്ന യോഗത്തിൽ ഉയർന്നു വന്ന വിഷയമാണ്. ബി.ജെ.പിയുടെ ഛത്തീസ്ഗഡ് ദൗത്യത്തെ സംഘപരിവാർ എന്ന വ്യാജേന സോഷ്യൽ മീഡിയ വഴി അവഹേളിക്കുന്നത് DYFI ഹാൻഡിലുകളാണ് എന്നാണ് ഇതിന്റെ കൺവീനർ കൂടിയായ ഷോൺ ജോർജ് യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, സഭ സഹായിക്കാതെ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കില്ല എന്നും ഷോൺ ജോർജ് പറയുന്നു. തൃശ്ശൂരിൽ സഭ സഹായിക്കാതെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചതെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ പൂർണ്ണമായി തള്ളുകയാണ് ഉപാധ്യക്ഷൻ കൂടിയായ ഷോൺ ജോർജ്. അത്തരത്തിൽ ക്രിസ്ത്യാനികളെ കൂടെ നിർത്തണമെങ്കിൽ, ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ സഭ കനിയണം, അരവനകൾ കയറി ഇറങ്ങേണ്ടി വരും. അതുമാത്രമല്ല, കൂടുതൽ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടി വരുമെന്നും ബി.ജെ.പി. വിലയിരുത്തുന്നു. അതിന്റെ ഭാഗമാണ് സാമുദായിക അടിസ്ഥാനത്തിൽ ഇന്നലെ കോട്ടയത്ത് ചേർന്ന യോഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.